ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പോകുന്നത് യൂറോപ്പിലോട്ടാണെന്ന് പറയാൻ നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങൾ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ നവംബർ 1-ാം തീയതി നമ്മുടെ കൊല്ലം തിരുമുല്ലവാരത്ത് സമ്മർ ഇൻ ബത്ലഹേം എന്നും പറഞ്ഞൊരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് പാസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ചേച്ചിയും പിള്ളേരും വന്നിട്ടുള്ളതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ എൻജോയ് ചെയ്ത് പോകാമെന്നും പറഞ്ഞ് നമ്മളെല്ലാവരും കൂടെ പോവാണ്. കേരളപ്പിറവി ആയതുകൊണ്ട് തന്നെ പോകുന്ന വഴിയിലെല്ലാം പായസം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പായസം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പായസമൊക്കെ കുടിച്ച് നമ്മൾ യാത്ര ചെയ്യുവാണ്. ശനിയാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ ബീച്ചിൽ നല്ല ആളുണ്ടായിരുന്നു. നമ്മൾ തിരുമുല്ലവാരത്തോട് പോകുന്ന വഴി മൊത്തം ബ്ലോക്കായിരുന്നു കേട്ടോ. ഇന്ന് വരെ ഇങ്ങനെ ഒരു ബ്ലോക്ക് കണ്ടിട്ടില്ല. ഈ എക്സിബിഷന് വരുന്നതായിരിക്കും ഇത്രയും ആൾക്കാർ. അവിടെ വന്ന് പാർക്ക് ചെയ്യുന്നതിനെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ആവശ്യം പോലെ ജനങ്ങളുണ്ടെന്നുള്ളത്. നമ്മൾ ആ ബലിയിടുന്ന ഭാഗമുണ്ടല്ലോ, അവിടെയാണ് നമ്മുടെ വണ്ടികളെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മളെല്ലാവരും കൂടെ കാര്യമൊക്കെ പറഞ്ഞ് പതുക്കെ നമ്മൾ അങ്ങോട്ട് കടപ്പുറത്തിൻ്റെ ആ സൈഡിൽ കൂടെ നമ്മൾ നടന്നങ്ങോട്ട് പോവുകയാണേ. അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്ക് ഭയങ്കര ആൾ, കുറേ പേരെ കയറ്റുന്നു, കുറേ പേരെ കയറ്റുന്നില്ല, അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ എന്തോ വിഷയം നമുക്ക് അറിയത്തില്ലല്ലോ. അങ്ങനെ ശ്രീമോനെയും കൊണ്ട് അകത്ത് കയറി കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ആണ്, ബാക്കിയുള്ളവരെ പാസ് വെച്ച് നാളെ കയറ്റത്തുള്ളൂ, ഇന്ന് കയറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞേ. അപ്പോൾ ഏട്ടൻ കയറിയതുകൊണ്ട് ഏട്ടൻ പറഞ്ഞു അവരെയും കൂടി ഇങ്ങനെ കയറ്റി വിടുക, അവർ എൻ്റെ കൂടെ വന്നിട്ടുള്ളതാണെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾക്ക് കയറാൻ പറ്റി. ബാക്കിയുള്ളവരൊന്നും കയറിയില്ല. അപ്പോഴേ അവർ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അകത്തോട്ട് വന്നപ്പോഴത്തേക്കും നല്ല തണുപ്പ്. ഇതെല്ലാം കൂടെ കണ്ട് പിള്ളേർക്കെല്ലാം അങ്ങ് സന്തോഷമായി കേട്ടോ. അപ്പോൾ ലച്ചു ഇങ്ങോട്ട് വന്ന വഴിയെല്ലാം പറഞ്ഞുകൊണ്ടും വരുമായിരുന്നു. നമ്മളിപ്പോൾ എല്ലാം പോകുന്നത് അമ്പലങ്ങളിലാണ് ടൂർ പോകുന്നത്. നമുക്ക് വല്ല സ്നോ പാലസിലോ അങ്ങനെ എവിടെയെങ്കിലും പൊക്കൂടെ? സ്കൂളിലെ പിള്ളേരെല്ലാം എന്നോട് ചോദിച്ചു തുടങ്ങി, നിങ്ങളെന്തോ എന്നും അമ്പലങ്ങളിൽ പോകുന്നതെന്ന് എന്നൊക്കെ ഇങ്ങനെ ലച്ചു പറഞ്ഞുകൊണ്ട് വരുമായിരുന്നേ. അന്നേരം ഞാൻ പറഞ്ഞു, നിനക്ക് സമാധാനമായല്ലോ, സ്നോ പാലസ് പോലെ തന്നെ ഇല്ലേ എന്നൊക്കെ ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഇത് ഉടായിപ്പം, ഇത് മൊത്തം പഞ്ഞിയാന്ന് പറഞ്ഞു കേട്ടോ, അല്ലാതെ മഞ്ഞൊന്നും അല്ലല്ലോ. അങ്ങനെ നമ്മളിങ്ങനെ ഓരോന്നെല്ലാം കണ്ട് അകത്തോട്ട് വന്നു. ഇത് യൂറോപ്പിൻ്റെ അകത്തുള്ള പാലസുകളും ഓരോ ടവറുകളും അങ്ങനെയുള്ള ഓരോരോ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ചെയ്ത് വെച്ചേക്കുന്നത്. അതുപോലെ നമ്മളാണെങ്കിൽ ഇതിനെപ്പറ്റി നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ ഓരോ ഗൈഡുകളും ഉണ്ട് അവിടെ. അപ്പോൾ അവരോട് നമ്മൾ ചോദിച്ചാൽ മതി ഇതിൻ്റെ ഉത്ഭവം എന്തുവാണെന്നും ഇതിൻ്റെ ഐതിഹ്യം എന്തുവാന്നുള്ളതെല്ലാം അവരോട് ചോദിച്ചാൽ അവർ പറയും. ചോദിക്കാതെ തന്നെ അവർ ഇന്ന് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരോട് നമുക്ക് ചോദിച്ച് ക്ലിയർ ചെയ്യാം. അങ്ങനെ നമ്മൾ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്, ചിലർ ചോദിക്കുന്നില്ല. ഈ ചോദിക്കുമ്പോൾ ഇവർ ചെറിയ മൈക്ക് വെച്ചേക്കുന്നതുകൊണ്ട് നമുക്കും കൂടെ കേൾക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് സമയമൊക്കെ ഞങ്ങൾ ഓരോ സ്ഥലത്ത് നിന്ന് കേട്ടു. ഈ യൂറോപ്പിൽ എങ്ങനെ ശബരിമല വന്നതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ. ഇതിൻ്റെ അകത്തിൽ ഈ ശബരിമല എന്തിനാണോ ഇവർ വെച്ചതെന്നും നമുക്കറിയത്തില്ല. വെച്ചത് കൊണ്ട് നമ്മൾ കണ്ടു, ഞാൻ വീഡിയോ എടുത്തു, അത്രയേ ഉള്ളൂ കേട്ടോ. എങ്കിലും പിള്ളേരെയും കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലതാണ്. ഇതൊക്കെ പഠിക്കുന്ന പിള്ളേർക്കാണെന്നുണ്ടെങ്കിൽ അത് കാണുമ്പോൾ മനസ്സിലാവും ഇന്നതാണെന്നുള്ളത്. അല്ലാതുള്ളവർക്ക് എന്തുവാണെന്നത് മനസ്സിലാവത്തില്ല കേട്ടോ. അതുകൊണ്ട് പറഞ്ഞു തരാൻ ആളുള്ളതും. അങ്ങനെ നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് വന്നവരെല്ലാവരും ഫോട്ടോസ് എടുക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ തന്നെ അവിടെ ക്യാമറാമാന്മാരും ഉണ്ട് ഫോട്ടോ എടുക്കാൻ. പുറത്ത് ചെല്ലുന്നുണ്ടെങ്കിൽ 200 രൂപയാണ് ഫോട്ടോയുടെ പ്രിൻറ്റും തരും. അപ്പം നമ്മുടെ ഈ ഫോൺ ഉള്ളത് കൊണ്ട് നമ്മൾ ക്യാമറയിൽ എടുത്തില്ല, ഫോണിൽ മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നേ. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ആ ചെറുക്കൻ എന്നോട് പറഞ്ഞു വീഡിയോ എടുത്തോന്നും പറഞ്ഞ് മാറി നിന്നതാണ്. ഞാൻ പറഞ്ഞു വേണ്ട, കുഴപ്പമില്ല, അയാൾ പറഞ്ഞു ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് പോകാമെന്നും പറഞ്ഞ് നമ്മൾ ഇങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത് തന്നെ സ്റ്റേജ് ഷോയും നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടോട്ട് വന്നപ്പോഴത്തേക്ക് ഭയങ്കര ജനം, നമുക്ക് ഇരിക്കാൻ പോലും സീറ്റില്ല, അതുപോലെ ആളായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇരിക്കാനും നിൽക്കാനും ഒന്നും പോയില്ല. നമ്മൾ വേഗം ഇങ്ങനെ പുറത്തിറങ്ങി ഫുഡ് കോർട്ടിലോട്ട് നോക്കിയപ്പോൾ അവിടെ ആളുണ്ട്. അതല്ല, ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പുറത്ത് എല്ലാം പോയി ഫുഡ് കഴിക്കാൻ പോയാൽ പിള്ളേരൊന്നും കഴിക്കത്തില്ല. പിള്ളേരെന്നല്ല, നമ്മളും കഴിക്കത്തില്ല. വയറ് പകുതി നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വാങ്ങിച്ച് പിന്നെ വേസ്റ്റ് ആയി പോകത്തില്ലേ. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഒന്നും വാങ്ങിക്കാതെ നമ്മൾ നേരെ കാറിനെ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. കാശി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്ലോറിഫ്ലവർ ബജ്ജി കഴിച്ചാൽ എങ്ങനെയാണ് പനി വരുന്നത്? ഞാൻ ആദ്യമേ പറഞ്ഞു ഐസ്ക്രീം വാങ്ങിച്ച് തരത്തില്ല, എല്ലാവർക്കും പനിയാണ്. പൊടിവാവയ്ക്കാണെങ്കിൽ ഇപ്പോഴും സൗണ്ടൊന്നും ശരിയായിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പിണക്കം കാശിക്കുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ റാഹത്ത് കണ്ടപ്പോഴത്തേക്ക് ആ പിണക്കം അങ്ങ് മാറി നേരെ അകത്തോട്ട് ഓടിപ്പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് നമ്മൾ 5 പേരുള്ളതുകൊണ്ട് നമുക്ക് ഇരിക്കാനുള്ള സീറ്റില്ല, ബാക്കിയുള്ളത് ക്ലീൻ ചെയ്യാനുണ്ട്. എന്നിട്ട് നമ്മൾ പറഞ്ഞിട്ട് പോലും അവർ ക്ലീൻ ചെയ്തില്ല. അങ്ങനെ ദേഷ്യപ്പെട്ട് കുറേ സമയം നമ്മൾ അവിടെ നിന്നിട്ട് ഏട്ടനും ഞങ്ങൾക്കെല്ലാം ദേഷ്യം വന്ന് ഞങ്ങൾ പുറത്തിറങ്ങി വേറെ എവിടെയെങ്കിലും പോകാമെന്നും പറഞ്ഞു. അപ്പോൾ ഏട്ടൻ പറഞ്ഞിട്ട് ഈ വണ്ടി എന്തായാലും കൊണ്ട് പാർക്ക് ചെയ്തില്ലേ, വലിയ റാഹത്തിൽ കൂടെ നോക്കാം, സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് കയറാമെന്ന്. അങ്ങനെ താഴത്ത് നില ചെന്നുടനെ അവിടെയും ക്ലീൻ ചെയ്യാൻ കിടക്കുക. അപ്പം ഞാൻ പറയാൻ ചെയ്ത് ഈ ഒരു പ്രശ്നം കൊണ്ടാണ് ഞങ്ങൾ അപ്പുറത്തുനിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞ ഉടനെ അവർ മേളിൽ നമുക്ക് അന്നേരം തന്നെ സീറ്റ് റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ താമസം വരാതിരിക്കാൻ വേണ്ടി മന്തിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. വേറെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ താമസമായിരിക്കും ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ മന്തി വന്നു. അങ്ങനെ ഞാൻ വിളമ്പിക്കൊണ്ട് നിന്നപ്പോഴത്തേക്ക് ആ സഹോദരൻ ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ വിളമ്പിത്തരാമെന്ന് പറഞ്ഞു. ആ പുള്ളി വിളമ്പി തന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുവാണ് കേട്ടോ.
പൊടിവാവയാണെന്നുണ്ടെങ്കിൽ ആ ചെറിയ പാത്രത്തിൽ എന്തൊക്കെയുണ്ടോ അത് മൊത്തം കൊടുക്കും. മയോണൈസ് ഒഴിച്ച് ബാക്കി എല്ലാ ഇടത്തിലും ഒഴിക്കും കേട്ടോ. കഴിപ്പൊക്കെ കണ്ടാൽ നമ്മളോർക്കും ചിക്കൻ ലെഗ് പീസൊക്കെ അടിച്ച് പറിക്കുന്നതെന്ന്. കുക്കുംബറാണ് കേട്ടോ ചവയ്ക്കുന്നത്, വേറെ ഒന്നും കഴിക്കുന്നില്ല അവൾ. ഈ ഒരു ഷോ മാത്രമേ ഉള്ളൂ, ഒരു വക കഴിക്കുന്നില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ബില്ലൊക്കെ പേ ചെയ്ത് പതുക്കെ ഇങ്ങോട്ടേക്ക് ഇറങ്ങുവാണേ. ഇങ്ങോട്ട് വലിയ ശുഷ്കാന്തിയോടെ ചെരുപ്പെന്ന് നമ്മൾ സ്റ്റെപ്പ് കയറി വന്നതാണ്. അങ്ങ് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഇറങ്ങാൻ വയ്യ. അങ്ങനെ നമ്മൾ ലിഫ്റ്റ് താഴോട്ട് പോവുകയാണ്. പൊടിവാവ കഴിച്ചതിനെക്കാട്ടി കൂടുതൽ അങ്ങ് തുഴപ്പാണ് കേട്ടോ, ടിഷ്യൂ പേപ്പർ വെച്ച് മുഖം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തോട്ട് ഇറങ്ങുവാണ്. വണ്ടിയാണെങ്കിൽ കൊച്ചുറാഹത്തിൻ്റെ സൈഡിലാണ് പാർക്ക് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ അങ്ങോട്ട് പോകണം. അവിടെ വന്ന് നമ്മൾ കാറിൽ കയറി നേരെ നമ്മൾ മുണ്ടയ്ക്കിലോട്ട് പോവുകയാണേ. അമ്മ നമ്മളെ നോക്കി പുറത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. അത് മാത്രമല്ല ബേക്കറി വണ്ടിയും വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ബേക്കറി വണ്ടിയിലെ ആളെ വിളിച്ചുകൊണ്ടാണ് അമ്മ നിൽക്കുന്നത് കേട്ടോ. ഞങ്ങളൊരു 10 മണിയോളം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ വന്നപ്പം. അമ്മയും അച്ഛനൊക്കെ 9 മണിയാകുമ്പോഴത്തേക്ക് ഫുഡ് കഴിക്കും. അതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും ഒന്നും വാങ്ങിക്കാതാണ് വന്നത്. അവർ കഴിച്ചിട്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് നമ്മളൊന്നും വാങ്ങിച്ചില്ല. അങ്ങനെ നമ്മൾ വീട്ടിൽ കയറി കുറച്ച് സമയം അവിടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞിട്ടെങ്കിൽ പുറത്തോട്ട് പോവുക. ഞായറാഴ്ച ദിവസം രാവിലെ നമ്മളിങ്ങനെ വരുമല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ അധികം സമയം ഇരിക്കാൻ നിന്നില്ല. അച്ഛനും പറഞ്ഞ് ലേറ്റായി പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാനും ലച്ചും കൂടെ കഥ പറഞ്ഞുകൊണ്ട് നിൽക്കും. ഉടനെ ഏട്ടൻ പറഞ്ഞു നാളെ ഇങ്ങോട്ടല്ലേ വരുന്നത്, കഥ പറഞ്ഞത് മതിയെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണേ. ശ്രീമോൻ്റെ അടുത്ത് പപ്പാന്ന് വിളിക്കാൻ പറയുമ്പോൾ ശ്രീമോൻ പാ വരെ വന്നിട്ട് അമ്മ എന്ന് വിളിക്കും കേട്ടോ. ഇപ്പോൾ പപ്പാന്ന് വിളിക്കത്തതേ ഇല്ല, അമ്മ 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 എന്ന് വിളിക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പറഞ്ഞ് അവനെ കളിയാക്കി. അവൻ വീഡിയോ എടുക്കുന്നത് പറയുന്നത് നോക്കാൻ വേണ്ടി ഞാൻ വീഡിയോ എടുത്താണ്. അന്നേരം അവൻ ശരിക്കും പറയുന്നില്ല, അവന് വേറെ കളിയിലായിപ്പോയി. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ വീട്ടിലോട്ടേക്ക് പോരുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ. എല്ലാവർക്കും യൂറോപ്പ് കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ, സീ യു.